ഇന്ന് നാം സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ മിനിസ്ട്രീസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് കാണാം. പോസ്റ്റേഴ്സ് കാണാം, വീഡിയോസ് കാണാം, അങ്ങനെ പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണാം. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ആ മിനിസ്ട്രിയുടെ ഗ്ലിംസും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നുള്ള ബഹുഭൂരിപക്ഷം മിനിസ്ട്രീസും, ഞാൻ ഈ മിനിസ്ട്രീസ് എന്ന് പറയുമ്പോൾ അത് ഗോഡ്ലി മിനിസ്ട്രീസ് അല്ലെങ്കിൽ സുവിശേഷ പ്രചരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മിനിസ്ട്രീസിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇന്ന് ഒരു മോർ ദാൻ 90% മിനിസ്ട്രീസിൻ്റെയും മോട്ടോ എന്ന് പറയുന്നത് പ്രശസ്തിയാകാം, അല്ലെങ്കിൽ ധനസമ്പാദനമാകാം. അപ്പോൾ ഒരു ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ് എല്ലാ മേഖലയ്ക്കകത്തും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. എങ്ങനെ മിനിസ്ട്രി അങ്ങനെ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനകത്തൊരു ഉദാഹരണം പറയാം. അതൊരു മൈൻഡ് സെറ്റിൽ നിന്ന് അതങ്ങനെ വരുന്നത്. ഇപ്പോൾ ഈ ലോകത്തിൽ എസ്പെഷ്യലി ഞാൻ കേരളത്തെ വെച്ചിട്ട് പറയാം, ഞാനിപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്, കേരളത്തെ വെച്ചിട്ട് പറയാം. കേരളത്തിലുള്ള എല്ലാ യുവാക്കന്മാരും യുവതികളും കല്യാണം കഴിക്കുന്നുണ്ട്, ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു കാലഘട്ടത്തിന് മുമ്പ്, ഒരു 5-10 വർഷത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ മുമ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ജോലിയുള്ള ഒരു ചെക്കനെ ആണ് ഒരു കല്യാണത്തിനകത്തേക്ക് ഒരു സ്ത്രീക്ക് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീധനം, ഡൗറി ഒരു വലിയൊരു വിഷയമാണ്. അപ്പോൾ നല്ല ചെക്കനെ കിട്ടണമെങ്കിൽ, ജോലിയുള്ള ചെക്കനെ കിട്ടണമെങ്കിൽ, ഒരു നല്ല കുടുംബമഹിമയുള്ള ഒരു ചെക്കനെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ലക്ഷങ്ങൾ, കോടികൾ സ്ത്രീധനമായിട്ട് മുടക്കേണ്ടി വരും. സോ അവിടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ മൂല്യത്തിന്, അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടിക്ക് അപ്പുറത്ത് അവിടെ ഒരു മണി എലിമെൻറ്റ് അല്ലെങ്കിൽ ഒരു സമ്പത്തിൻ്റെ എലിമെൻറ്റ് കയറി വന്നു. അതുകൊണ്ട് തന്നെ ആ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൗറി അല്ലെങ്കിൽ സ്ത്രീധനത്തിന് ഒരു വലിയൊരു പങ്കുണ്ട്. ഒരു പ്രോമിസ് കൊടുത്തിട്ട് ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര ആസ്തിയുള്ള ഒരു സ്ത്രീധനം നൽകാമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ദാമ്പത്യ ജീവിതവും തകർന്നു വീഴുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മറിച്ച് ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഡൗറിയുടെ പ്രശ്നമില്ല. ആ ദാമ്പത്യ ജീവിതത്തെ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരുപോലെ സ്ത്രീയും പുരുഷനും അവർ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് അവരുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ഒരു ശ്രമം എടുക്കും. ഒരുപക്ഷെ അവർ ജീവിതം തുടങ്ങുമ്പോൾ അവർ രണ്ടുപേരുടെയും കയ്യിൽ ചിലപ്പോൾ സമ്പത്തുണ്ടാകത്തില്ല. പക്ഷേ സമ്പത്തുണ്ടാക്കാനും അവരുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും അവർ ഈക്വലി ആ ഒരു സ്നേഹബന്ധത്തിൽ നിന്നാണ് അവർ ആ ദാമ്പത്യ ജീവിതത്തെ കെട്ടിപ്പൊക്കുന്നത്. സോ എന്ന് പറഞ്ഞതുപോലെ ശരിക്കും ദൈവ ശുശ്രൂഷ എന്ന് പറയുന്നത്, ദൈവിക മിനിസ്ട്രി എന്ന് പറയുന്നത് ദൈവവും നമ്മളും തമ്മിലുള്ള പ്രണയബന്ധത്തിൽ നിന്ന് തുടങ്ങേണ്ടുന്നതാണ്. അവിടെ പൊസിഷനോ സമ്പത്തിനോ മറ്റുള്ള ഫെസിലിറ്റിക്കോ ഇൻഫ്രാസ്ട്രക്ചറിനോ ഇതിനൊന്നും പ്രാധാന്യമില്ല. സോ എനിക്ക് ദൈവത്തോടുള്ള പ്രണയത്തിൽ നിന്ന് ദൈവം പറയുന്ന കാര്യങ്ങളെ ചെയ്യുന്നതിന് വേണ്ടി സജ്ജമായി ഇറങ്ങുന്ന ഒരു മനസ്സാണ് ദൈവ ശുശ്രൂഷയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അറേഞ്ച്ഡ് മാരേജിനകത്ത് ഡൗറി അല്ലെങ്കിൽ സ്ത്രീധനം ഒരു ഫാക്ടർ ആയതുപോലെ പല ആത്മീയ ശുശ്രൂഷയും ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഒരു സമ്പത്തിൻ്റെ, ഈ ഒരു പൊലിമയുടെ അല്ലെങ്കിൽ പൊസിഷൻ്റെ, ആർഭാടത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ട് നമ്മൾ കാണുന്നു. അവിടെ സംഭവിക്കുന്നത് ദൈവിക സ്നേഹത്തിന് അല്ലെങ്കിൽ ആ ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി ബന്ധത്തിൻ്റെ പ്രാധാന്യം കുറയുകയും ഈ പൊലിപ്പിച്ച് കാണിക്കുന്നതിന് മാത്രം ഇമ്പോർട്ടൻസ് കൂടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ആ മിനിസ്ട്രിയെ വിലയിരുത്താം. ശരിയായിട്ടുള്ള മിനിസ്ട്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ദൈവ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ദൈവവുമായിട്ടുള്ളൊരു സ്നേഹബന്ധത്തിൽ നിന്ന് തുടങ്ങുന്ന ശുശ്രൂഷയാണ് ശരിയായ മിനിസ്ട്രി. ആ ബന്ധമില്ലാതെ പുലിപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ രോഗസൗഖ്യമെന്നോ അല്ലെങ്കിൽ വചന വെളിപ്പാടെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റെന്തെങ്കിലും കാര്യത്തെ വെച്ചിട്ടാണ് ഇതിനെ പൊലിപ്പിച്ച് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ദൈവസ്നേഹത്തിൻ്റെ എലിമെൻറ്റ് വളരെ കുറഞ്ഞിരിക്കും. ഇതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് ഒരു സമയത്ത് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞു. ഈ പുലിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, ഞാൻ അത് രോഗസൗഖ്യം കൊടുത്തു, ഞാൻ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി എന്നൊക്കെ പറയുമ്പം ജീസസ് പറയും, എനിക്ക് നിന്നെ അറിയത്തില്ല. കാര്യം എന്താണെന്നറിയാമോ?
ആ ബന്ധമില്ല. പിതാവാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നല്ല ഇതൊന്നും ചെയ്തത്. ഈ ബന്ധം മാറ്റി നിർത്തിയിട്ട് അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അപ്പോൾ ഇതൊക്കെ ബന്ധമില്ലാതെ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കൂട്ടരടുത്ത് ജീസസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നഗ്നനായി കിടന്നു, നീ എന്നെ വന്ന് കണ്ടു. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. ഞാൻ തടവിലായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. എനിക്ക് ആഹാരമില്ലായിരുന്നു, ഭക്ഷണമില്ലായിരുന്നു, വെള്ളമില്ലായിരുന്നു, നീ അതൊക്കെ എനിക്ക് നൽകി. സോ യു ആർ മൈ ബെസ്റ്റ് കമ്പാനിയൻ. കാരണം ഇതൊക്കെ നീ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ നീ എനിക്കാ ചെയ്തേ. സോ ഈ കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആതുര സേവനമാണ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിലുള്ള ലൈഫാണ്, ഇല്ലായ്മയിൽ മറ്റുള്ളവരെ കരുതുന്ന ഒരു ഹൃദയമാണ്. സോ ആ ഒരു ശുശ്രൂഷ ഡെവലപ്പ് ആകണമെന്നുണ്ടെങ്കിൽ അത് പിതാവാം ദൈവവുമായിട്ടുള്ള അല്ലെങ്കിൽ ഈശ്വരനുമായിട്ടുള്ള അല്ലെങ്കിൽ പടച്ചവനുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെയാണ് ശരിയായ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു പുൽപ്പിറ്റ് പ്രസംഗമോ അല്ലെങ്കിൽ ഒരു 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 പള്ളിയുടെ സേവനമോ ഒരു സ്റ്റേജ് ഷോയോ അങ്ങനെയൊന്നും അല്ല ആ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് കാണുന്ന ആത്മീയ ശുശ്രൂഷയുടെ നിർവചനങ്ങൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു.